എന്താടാ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? അന്റെ എപ്പോഴും ഇങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുൻപരിചയമില്ല അല്ലേ? ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേ? ശരണമയ്യപ്പ. ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ഞാൻ പോണില്ല. ബാ. ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ലൈനാണെന്നാണ് എന്റെ കണക്കൂട്ട്. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഐഡിയ. എന്നൊരു കാര്യം ചെയ്യാം. അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചത് അച്ഛനാകാം. അത് കൊള്ളാം. പോടാ. ചൊറിയെണ്ണപ്പൊടി 10 ഗ്രാം, നായങ്കരണപ്പൊടി 1 കഴി. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. അയ്യോ പ്രേതം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. മലയാളത്തിൽ ഇപ്പൊ എങ്ങനെയാ? അമ്മേ അത്രയല്ലേ ഉള്ളൂ. തമിഴ് കേട്ടിട്ടില്ലേ? അമ്മാ. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല. പിന്നീട് പാസ്സായി. വയറ്റിന്ന് പോകാത്തല്ലേ മെയിൻ പ്രശ്നം? അതെ. അപ്പൊ ചട്ടകം വേണ്ടി വരും. എന്നിട്ട് ചട്ടം കൊണ്ട് തോണ്ടിയെടുക്കാൻ. ആ കഷായം കാച്ചുന്നതിന് മുമ്പ് നമുക്ക് അവളൊന്ന് മെരുക്കിയെടുക്കാം. വാ. എനിക്കെടുക്കും.